നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം തുറന്നതു മുതൽ ഇതുവരെ ദർശനം നടത്തിയത് ഏകദേശം 19 ലക്ഷം ഭക്തർ. ജനുവരി 22-ന് നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പിറ്റേന്നാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. അതിനുശേഷം 18,75,000 തീർത്ഥാടകർ ശ്രീരാമ വിഗ്രഹം കാണാൻ ക്ഷേത്രത്തിലെത്തി. ആദ്യ ദിവസം മാത്രം 5 ലക്ഷം സന്ദർശകരെത്തി. ദിനം പ്രതി ശരാശരി 2 ലക്ഷത്തിലധികം സന്ദർശകർ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. ജനത്തിരക്ക് നിയന്ത്രിക്കാനും ഭക്തർക്ക് സുഗമമായ ദർശനം അനുഭവം ഉറപ്പാക്കാനും പ്രാദേശിക അധികാരികളും ക്ഷേത്ര ട്രസ്റ്റും കഠിന പരിശ്രമത്തിലാണ്. വലിയ ജനക്കൂട്ടത്തിനിടയിൽ ക്യൂകൾ സുഗമമാക്കുന്നതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഭക്തരുടെ വലിയ തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിനായി പ്രത്യേക സമയ സ്ലോട്ടുകൾ ക്ഷേത്ര ഭരണസമിതി ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ രാവിലെയും വൈകുന്നേരവും ആരതി സമയങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. 2024 ഡിസംബറോടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് വിവരം. 392 തൂണുകളും 44 വാതിലുകളും ഉൾക്കൊള്ളുന്ന പരമ്പരാഗത നാഗര ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഭംഗിയിലാണ് ക്ഷേത്ര സമുച്ചയം ഉയർന്നു നിൽക്കുന്നത്. എല്ലാ ഹിന്ദു ദേവതകളുടെ സങ്കീർണമായ കൊത്തുപണികളാൽ തൂണുകൾ അലങ്കരിച്ചിരിക്കുന്നു. ശ്രീകോവിലിൽ 5 വയസ്സുള്ള രാമന്റെ വിഗ്രഹമുണ്ട്. ബാലക് റാം എന്ന പേരിലാണ് റാം ലല്ലയുടെ വിഗ്രഹം അറിയപ്പെടുന്നത്. കോടികൾ വില വരുന്ന സ്വർണവും വജ്രങ്ങളുമാണ് ഈ വിഗ്രഹം അലങ്കരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 15 കിലോഗ്രാം സ്വർണവും 18,000 വജ്രങ്ങളും മരതകങ്ങളും വിഗ്രഹത്തിനായി ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു തിലകം, ഒരു കിരീടം, 4 മാലകൾ, അരപ്പട്ട, 2 ജോഡി പാദസരം, വിജയ് മാല, 2 മോതിരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഗംഭീരമായ ആഭരണങ്ങൾ 12 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 14 ആഭരണങ്ങളാണ് വിഗ്രഹത്തിന് മാറ്റുകൂട്ടുന്നത്. രാംലല്ലയ്ക്ക് ആഭരണങ്ങൾ ഒരുക്കുന്നതിന്റെ ചുമതല ലക്നൌവിലെ ഹർസ ഹൈമൽ ശ്യാംലാൽ ജ്വല്ലേഴ്സിനായിരുന്നു. 15 ദിവസം മുൻപാണ് രാം മന്ദിർ ട്രസ്റ്റ് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടത് നിർമ്മാണ ചുമതല കൈമാറിയതും. ആഭരണങ്ങളുടെ കേന്ദ്ര ഭാഗമായ കിരീടം പ്രശംസനീയമായ ശ്രദ്ധയോടെയാണ് നിർമ്മിച്ചത്. 75 ക്യാരറ്റ് വജ്രങ്ങൾ, 175 ക്യാരറ്റ് സാമ്പിയൻ മരതകം, 262 ക്യാരറ്റ് മാണിക്യങ്ങൾ എന്നിവയ്ക്കൊപ്പം 22 ക്യാരറ്റ് സ്വർണത്തിൽ നിർമ്മിച്ച കിരീടത്തിന് മാത്രം ഏകദേശം 1.5 കിലോഗ്രാമോളം ഭാരമുണ്ട്. ഇത് ശ്രീരാമന്റെ സൂര്യവംശത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ ശുദ്ധിയെ പ്രതീകപ്പെടുത്തുന്ന വജ്രങ്ങൾ ഉപയോഗിച്ചാണ് ഈ കിരീടം അലങ്കരിച്ചിരിക്കുന്നത്. തിലകമെന്ന് വിശേഷിപ്പിക്കുന്ന നെറ്റിയിലെ ദിവ്യ അടയാളം 16 ഗ്രാം സ്വർണം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 ക്യാരറ്റ് വജ്രങ്ങളും 33 ക്യാരറ്റ് മരതകവും മധ്യഭാഗത്ത് ഒരു സാമ്പിയൻ മരതകവും മോതിരത്തിലുണ്ട്. അധ്യാത്മ രാമായണം, ശ്രീമദ് വാൽമീകി രാമായണം, ശ്രീ രാമചരിത മനസ് ആൽവന്ത സ്തോത്രം തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ശ്രീരാമന്റെ വേദാധിഷ്ഠ സൗന്ദര്യം പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള ആഭരണങ്ങളാണ് വിഗ്രഹത്തിനായി ഉപയോഗിച്ചത്. അതേസമയം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കോടിക്കണക്കിന് ജനങ്ങളെ ഒന്നിപ്പിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 ആദ്യ മൻ കി ബാത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും വികാരങ്ങൾ ഒന്ന് തന്നെ, എല്ലാവരുടെയും ഭക്തി ഒന്ന് തന്നെ, എല്ലാവരുടെയും വാക്കുകളിൽ രാമൻ, എല്ലാവരുടെയും ഹൃദയത്തിൽ രാമൻ. ഈ സമയത്ത് രാജ്യത്തെ നിരവധി പേർ ശ്രീരാമ ഭജനകൾ ആലപിക്കുകയും ശ്രീരാമപാദങ്ങളിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്തു. ജനുവരി 22-ന് വൈകിട്ട് രാജ്യം മുഴുവൻ രാമജ്യോതി തെളിയിച്ച് ദീപാവലി ആഘോഷിച്ചു. ഈ സമയത്ത് വികസിത ഭാരതത്തിലുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രധാന അടിസ്ഥാനമായ കൂട്ടായ്മയുടെ ശക്തി രാജ്യം കണ്ടു എന്നും അദ്ദേഹം പറഞ്ഞു.